ിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രധാനപ്പെട്ട സാഹചര്യം കൂടി ഉണ്ടാവുന്നു എന്നത് ഇന്ത്യയുടെ നീക്കത്തിൻ്റെ പ്രധാനപ്പെട്ട സാഹചര്യം കൂടിയാണ്. എന്തായാലും അതിസുപ്രധാനമായ നീക്കമാണ് ഉണ്ടാവുന്നത്. ഹെവി ഷെല്ലിംഗ് നടക്കുന്നു അതിർത്തി മേഖലകളിൽ ഇപ്പോഴും എന്നതാണ് അറിയാനാവുന്നത്. ആ തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിർത്തി മേഖലകളിൽ ഇന്ത്യൻ സൈന്യം നടത്തുന്ന നീക്കം അതിസുപ്രധാനമാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ നീക്കത്തിലൂടെ 9 പാക് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ സൈനിക നീക്കമുണ്ടായിരിക്കുന്നത് എന്നതാണ്. പെഹൽഗാമിന് മറുപടി എവിടെയെന്ന ചോദ്യത്തിന് ഇന്ത്യ മറുപടി നൽകുന്നു. ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ സൈനിക നീക്കം കൂടിയാണ്. ഇന്ത്യൻ സേനയുടെ നീക്കങ്ങൾ ഏതു നിമിഷവും തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ടെന്ന് ആയിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ. പക്ഷേ അത്തരം എയർ ഡിഫൻസ് സംവിധാനങ്ങളെ മുഴുവൻ മറികടന്നുകൊണ്ടാണ് ഇന്ത്യയുടെ മിസൈലുകൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ചെന്ന് പതിച്ചിരിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് അത്തരത്തിൽ റഡാർ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടിയാണ് ഈ സേനയുടെ നീക്കമുണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനകം പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇന്ത്യ നടത്തിയ സൈനിക നീക്കവും അത് ആ മേഖലയിലുണ്ടാക്കിയ ഭീകര കേന്ദ്രങ്ങളിലുണ്ടാക്കിയ നാശനഷ്ടവും. അതിശക്തമായ സൈനിക നീക്കം ഇന്ത്യ നടത്തുന്നു എന്നതാണ്. തിരിച്ചടി ഉണ്ടായാൽ നേരിടാനുള്ള അതീവ ജാഗ്രത അതിർത്തി മേഖലകളിൽ സൈന്യം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ജനങ്ങൾക്ക് സമാനമായ ജാഗ്രതാ നിർദ്ദേശവും കൈമാറിയിട്ടുണ്ട്. ഇതിനകം തന്നെ അതിർത്തി മേഖലകളിൽ ബങ്കറുകൾക്കുള്ളിലാണ് ജനങ്ങൾ സജ്ജമായി അവർ കഴിയുകയാണ്. കാരണം ഏത് തരത്തിലുള്ള സാഹചര്യവും ഉണ്ടായാൽ നേരിടാൻ സജ്ജമാവണമെന്ന് പ്രദേശവാസികൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകളാണ് അതിർത്തി മേഖലയിൽ നടന്നിരിക്കുന്നത്. എന്തായാലും തിരിച്ചടിച്ചു ഇന്ത്യ. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ നീക്കം അതിപ്രധാനപ്പെട്ടതാണ്. ഇന്ന് രാജ്യത്തിൻ്റെ മേഖലകളിലെല്ലാം എല്ലാ മേഖലകളിലും മോക്ക് ഡ്രിൽ, ഏത് അടിയന്തര സാഹചര്യം ഉണ്ടാവണമെങ്കിലും മോക്ക് ഡ്രിൽ പോലെയുള്ള സംവിധാനങ്ങൾ സജ്ജമാവാൻ നിർദ്ദേശം നൽകിയ ശേഷം ഇന്നലെ രാത്രിയിൽ തന്നെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുകയായിരുന്നു സൈന്യം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കം അതിപ്രധാനമാണ് എന്നതാണ് സാഹചര്യം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം അതിസങ്കീർണമായ സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ ഏതു സമയവും ഒരു യുദ്ധമുണ്ടായേക്കാം എന്ന ഒരു പ്രതീതി കുറേ ദിവസങ്ങളായി തന്നെ ഉണ്ടായിരുന്നു. പെഹൽഗാമിലെ സംഭവങ്ങളിൽ ഇന്ത്യ NIA ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നു. ഒപ്പം തന്നെ അവിടെ വെടിവെപ്പ് നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. ഇതിനിടയിൽ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് ഇന്ത്യ തിരിച്ചടിക്കുന്നു ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ എന്നതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്കൊപ്പമുണ്ട്. പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്കൊപ്പം നിലപാടെടുത്തിട്ടുണ്ട്. UN പ്രമേയം പോലും ഇന്ത്യക്ക് അനുകൂലമാണ്. ഇങ്ങനെ പൊതുവിൽ ലോകരാജ്യങ്ങൾക്ക് മേൽ നയതന്ത്ര തലത്തിൽ വലിയൊരു മേധാവിത്യം നേടിയതിനു ശേഷം സൈനിക നീക്കം നടത്തുക, ഇതായിരുന്നു ഇന്ത്യയുടെ തന്ത്രം. ആ തന്ത്രം തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തുന്നത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷനിലൂടെ പുതിയൊരു സൈനിക നീക്കമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. ഇന്ത്യൻ പ്രഹരം വളരെ ശക്തമാണെന്ന് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സുബാനുള്ള പള്ളിക്ക് സമീപത്താണ് ആദ്യ സ്ഫോടനം ഉണ്ടായത്. ബഹാവൽപൂർ, അഹമ്മദ് ഈസ്റ്റ് ഏരിയയിലും കോട്ടിയിലും മുസാഫർബാദിലും ആണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുന്നു. പാകിസ്ഥാനും സമാനമായ രീതിയിൽ എയർഫോഴ്സിൻ്റെ ജെറ്റ് വിമാനങ്ങൾ രംഗത്തിറക്കിയതായി അവിടെ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഏതായാലും ശക്തമായി ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു. കോട്ട്ലി, ബഹാവൽപൂർ, അഹമ്മദ്പൂർ ഈസ്റ്റ്, ബാഗ്, മുസാഫർപൂർ, അതുപോലെ മുർദിക് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശക്തമായ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 3 പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. 12ഓളം പേർക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നു. ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസിൻ്റെ ഡയറക്ടർ ജനറൽ പാകിസ്ഥാൻ്റെ സൈനിക വക്താവായ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷറീഫ് ചൗധരി തന്നെയാണ് ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ശക്തമായ ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു എക്സിൽ പങ്കുവയ്ക്കുന്നു. അതുപോലെ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഈ വിഷയം തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതായി പറയുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ ആക്രമണം വളരെ പെട്ടെന്ന് അവസാനിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായി ഡൊണാൾഡ് ട്രംപ് കുറിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ദൃശ്യങ്ങൾ ഇന്ത്യൻ ആർമിയും പങ്കുവച്ചിരിക്കുന്നു. അതേസമയം പൂഞ്ച്, രജൌറി മേഖലകളിൽ
അതിർത്തി കടന്നുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വന്നതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനം ആണ് പൂഞ്ച് രജൌരി സെക്ടറിലേക്ക് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. അവിടെ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ആർട്ടിലറി ഉപയോഗിച്ചുള്ള വെടിയുതിർക്കലാണ് നടക്കുന്നത്. പീരങ്കികളിൽ നിന്ന് വെടിയുതിർക്കുന്നു. ഭീംബേർ ഗലിയിലാണ് ഈ ഭീംബേർ ഗലിയിൽ നിന്നാണ് ഈ ആക്രമണങ്ങൾ പൂഞ്ച് രജൌരി ജില്ലയിലേക്ക് വന്നിട്ടുള്ളത്. ആർമി കൃത്യമായി തിരിച്ചടിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. 9 കേന്ദ്രങ്ങൾ ആണ് പ്രധാനമായും ടാർഗറ്റ് ചെയ്ത് ഉള്ള ആക്രമണം നടന്നത് എന്ന് ഇന്ത്യൻ സേന തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും ശക്തമായി ഉള്ള തിരിച്ചടി ഉണ്ടാകും എന്ന് രാജ്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ എന്ത് പ്രതിരോധം നടത്തും എന്നത് വളരെ ഗൗരവത്തോടുകൂടി രാജ്യം ഉറ്റുനോക്കുന്നു. ഈ ജസ്റ്റിസ് സർവ്ഡ് എന്നാണ് ഇന്ത്യൻ ആർമി പറയുന്നത്. ട്വീറ്റ് ചെയ്തിരിക്കുന്നത് നീതി നടപ്പിലാക്കി ജയ് ഹിന്ദ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ പുറത്തു വരുന്നു എന്നതാണ്. ഇന്ന് പകൽ 11 മണിക്ക് അതിസുപ്രധാനമായ മീറ്റിങ്ങുകളിലേക്ക് രാജ്യ തലസ്ഥാനം നീങ്ങുകയാണ്. 11 മണിക്ക് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് തല സമിതി ചേരുകയാണ്. ഒപ്പം തന്നെ സംയുക്ത സേനാ മേധാവിയും പ്രധാനമന്ത്രിയെ കാണുന്നു. രാജ്യം ഔദ്യോഗികമായി ഈ സൈനിക നീക്കം സംബന്ധിച്ച പ്രഖ്യാപനം ഇന്ന് രാവിലെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാവിലെ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് കരുതാം. അതിസുപ്രധാനമായ നീക്കമാണ് ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രിയിലും വളരെ നിർണായകമായ കൂടിയാലോചനകളും നീക്കങ്ങളും നടന്നതിനൊടുവിലാണ് ഈ സൈനിക നീക്കം എന്നതാണ് സംഭവിച്ചിരിക്കുന്നത്. ഉറിക്ക് സമാനമായ ഒരു സർജിക്കൽ സ്ട്രൈക്കായോ അതല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സൈനിക നീക്കമായോ ഇത് കാണാം. കാരണം ഇരു രാജ്യങ്ങൾക്കിടയിലും സങ്കീർണ സാഹചര്യം രൂപപ്പെടുമ്പോൾ സാധാരണ രീതിയിൽ ആ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ പാകിസ്ഥാൻ തയ്യാറെടുത്തിരുന്നു എന്നതാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ആ അവകാശവാദങ്ങൾക്ക് മേൽ ഇന്ത്യ നടത്തിയ സൈനിക നീക്കങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതാണ് ഈ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ അതിശക്തമായി ചെന്ന് പതിച്ച് അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും സാഹചര്യം ഉണ്ടായത്. പാകിസ്ഥാന്റെ ഈ വ്യോമയാന നിരീക്ഷണ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യയുടെ മിസൈൽ ആക്രമണം ഉണ്ടായത് എന്നുകൂടി പ്രത്യേകതയുണ്ട്. പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇതുണ്ടായിരിക്കുന്നത്. അതേസമയം ഇന്ത്യക്ക് നേരെ തിരിച്ചടിച്ചു എന്ന അവകാശവാദം പാകിസ്ഥാൻ മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥിരീകരണവും ഇതിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാശ്മീരിലെ ചില കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടിച്ചു എന്നതാണ് അവരുടെ അവകാശവാദം. പക്ഷേ ഇന്ത്യ തിരിച്ചടിച്ച ദൃശ്യങ്ങളടക്കം ഇതിനകം തന്നെ പുറത്തു വന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത് ഭീകരർക്ക് മറുപടി നൽകാനാണ്. പെഹൽഗാം ആക്രമണത്തിന് അതിശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങളും അടക്കം ശ്രദ്ധേയമാണ്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം പാകിസ്ഥാനിലേക്ക് സിന്ധു നദീ കരാറിൽ നിന്നുള്ള പിന്നോട്ട് പോക്കാണ് ഇന്ത്യ നടത്തിയ ഒരു നീക്കം. അത് അവിടുത്തെ ജനങ്ങളെ പാകിസ്ഥാനെ ആകെ തന്നെ പ്രതിസന്ധിയിലാക്കിയ നീക്കമാണ്. പിന്നാലെ നയതന്ത്ര തലത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ തെളിവുകളടക്കം ഇന്ത്യ പങ്കുവെച്ചുകൊണ്ട് ഒരു മേൽക്കൈ നേടാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. ആ ശ്രമങ്ങളെല്ലാം ഫലം കണ്ടു എന്നതാണ്. ഇതിനകം തന്നെ അവിടെ ഭീകര കേന്ദ്രങ്ങളുണ്ടായ നാശനഷ്ടങ്ങളുടെ ചിത്രങ്ങളടക്കം പുറത്തു വരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും അതിസുപ്രധാനമായ നീക്കം ആണ് ഇത് സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം കൂടി വ്യക്തമാണ്. പാകിസ്ഥാനിൽ നിന്നും തിരിച്ചടി ഉണ്ടാവുന്നു. ഇന്ത്യയുടെ അതിർത്തി മേഖലകളിലും ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അതിർത്തി മേഖലകളിൽ തുടർച്ചയായി തിരിച്ചടിക്കുന്ന സാഹചര്യമാണ്. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാന്റെ വെടിവെപ്പുണ്ടായി. അപ്പോൾ ഇന്ത്യൻ സൈന്യം സ്വാഭാവികമായി തിരിച്ചടി നടത്തിയിരുന്നു. ഇങ്ങനെ സൈനിക തലത്തിലുണ്ടായ പൊതുധാരണകൾ നേരത്തെ തന്നെ നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു തിരിച്ചടി ഇന്ത്യ ശക്തമായി നടത്തിയിരിക്കുന്നു. പക്ഷേ ഇന്ത്യ പാകിസ്ഥാനിലെ സിവിലിയൻ കേന്ദ്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ, ഭീകരവാദ സംഘടനകളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ്, അത്തരം ഒരു 9 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. വലിയ നാശനഷ്ടം പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നു എന്നത് കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ നീക്കം. നീതി നടപ്പാക്കിയെന്നാണ് സൈന്യത്തിൻ്റെ അവകാശവാദം. ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി തന്നെ നീതി നടപ്പിലാക്കിയെന്ന പ്രഖ്യാപനം കൂടി നടത്തുന്നു. എന്തായാലും പെഹൽഗാം ആക്രമണത്തിന് ചുട്ട മറുപടി നൽകുന്നു ഇന്ത്യ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ച് അതിശക്തമായ സുസജ്ജമായ സൈനിക നീക്കമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ഭീകര കേന്ദ്രങ്ങൾ നിരീക്ഷിച്ച് ഭീകരരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. അത്തരമൊരു നീക്കങ്ങൾക്കൊടുവിലാണിപ്പോൾ ഈ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ നീക്കമുണ്ടായിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി വരുന്നുണ്ട്.
ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ലക്ഷ്യപ്പെടുന്നു. പാകിസ്ഥാനിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഇന്ത്യൻ മിസൈൽ വീണ് തകർന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിശക്തമായ സൈനിക നീക്കത്തിന്റെ